ശരണ്യീനലേ ദാരുണീ ശത്രുമദ്ദേ രണേ സാഗരേ പ്രാന്തരേ രാജഗേഹേ ത്വമേവാ ഗതിർദേവി നിസ്താരനൗക നമസ്തേ സദാ പാഹിമാം ഭദ്രകാളി. പൂർവീകതയിൽ ആനക്കല്ല് നിരപ്പ് സ്ഥാനത്ത് പ്രകൃതിരമണീയവും നൈസർഗിക ജലസ്രോതസ്സുകളാലും ഗുഹകളാലും പരിപാവനമായ ഈ സന്നിധിയിൽ ശൈവയോഗീശ്വരൻ്റെ കഠിന തപശ്ചര്യയിൽ സാക്ഷാത്കരിക്കപ്പെട്ട ചാമുണ്ഡി കലാംശമാർന്ന ഭഗവതിയാണ് തലക്കുളങ്ങര ഭഗവതിയായി പിന്നീട് അറിയപ്പെട്ടത്. അമാനുഷപ്രഭാവനായ ഈ യോഗീശ്വരൻ്റെ ഉപാസന ചൈതന്യമായ തലക്കുളങ്ങര ഭഗവതി സ്ഥാനം ഇടപ്പള്ളി രാജാവിൻ്റെ രാജകീയ പരിപാലനയിലും തദനന്തരം സ്ഥാനികളായ അപ്പങ്കളം ക്ഷാരം, കുളത്തൂർ സ്വരൂപമെന്ന് വിഖ്യാതമായ വയമ്പറ്റവാരിയം, ഭടനായക ശൂദ്രപ്രാമാണിക ബന്ധം എന്നീ ക്ഷേത്രശന്മാരാൽ ഈ സന്നിധി പരിപാലിക്കപ്പെട്ടു. ആദ്യകാലത്ത് നാലുകെട്ട് സമ്പ്രദായത്തിൽ ഗൃഹാന്തർഭാഗത്ത് ആരാധിച്ചു പോന്നിരുന്ന ഈ ചൈതന്യം കാലപ്രവാഹത്തിൽ ഉപാധികളും മറ്റും നാശോന്മുഖമാവുകയും ക്ഷേത്രേശന്മാരുടെ അനാസ്ഥയിൽ ഇന്ന് കാണുന്ന ശോച്യാവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ രാജകീയ ദണ്ഡനാധികാരം നടപ്പാക്കുന്ന സന്നിധിയായിരുന്നു ഇത്. വധശിക്ഷ നടപ്പാക്കിയിരുന്ന തലക്കുളങ്ങര കുളം വളരെ പ്രസിദ്ധമാണ്. ആയോധന കളരിയും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. തൃക്കണ്ടൂർ തുടി ക്ഷേത്രത്തിൻ്റെ പ്രധാന ശക്തി ചൈതന്യമായ ചാമുണ്ഡി കലാംശമാർന്ന ഭഗവതിയെയും ആയതോട് അഭേദ്യമായി ബന്ധപ്പെട്ട യോഗീശ്വര സാന്നിധ്യത്തെയും പ്രശ്നശ്ചാർത്ത പ്രകാരമുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളും ക്ഷേത്ര നിർമ്മിതിയും കർമ്മവ്യവസ്ഥയും ആചാര്യാഭിമുഖമായി ചെയ്തു പോന്നാൽ ഈ പ്രദേശവാസികൾ ഇന്ന് അനുഭവിക്കുന്ന ദുഷ്കൃത്യങ്ങൾക്ക് അറുതി വന്ന് അകാലമരണം, ദുർമരണം, ദാമ്പത്യ ദുരിതം, വിഷമരോഗാവസ്ഥ എന്നിവ തീർന്ന് ഉത്തരോത്തരം അഭിവൃദ്ധിക്കും ദേശപ്രാധാന്യതയോടെയുള്ള ഒരു ദേവീക്ഷേത്രം ആയി മാറാനും സാധ്യത കാണുന്ന പ്രശ്നഗ്രഹഗോചരങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഒരായുഷ്കാലഘട്ടത്തിൽ വളരെ ദുർലഭമായി സംഭവിക്കുന്ന തലമുറകൾക്ക് വരെ സുഹൃതമേകുന്ന ക്ഷേത്ര നിർമ്മിതിക്കും തദനുബന്ധിയായ പ്രവർത്തനങ്ങൾക്കും ശക്തിക്കനുസരിച്ച് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നത് ദേശീയരായ നമ്മുടെ ഏവരുടെയും ചുമതലയാണ്. പ്രതിഷ്ഠ കൊണ്ട് സാർവഭൗമ പദവിയും ശ്രീകോവിലിൻ്റെ നിർമ്മാണത്താൽ 3 ലോകത്തിലും പൂജനീയാവസ്ഥയും പൂജാദികളെ ബ്രഹ്മലോകപ്രാപ്തിയും ഈ മൂന്നും ചെയ്യുന്നവൻ ഭഗവാന് സമനായും തീരുമെന്നാണല്ലോ ശാസ്ത്രമതം. എല്ലാ ഭക്തജനങ്ങളെയും ഈ മഹനീയ കൃത്യത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.